വാളയാറിൽ ആൾക്കൂട്ട മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട രാംനാരായണൻ ബഘേലിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയിച്ചു. പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. സർക്കാർ പരിശോധിച്ച് ഉചിതമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. അതേസമയം ആക്രമണത്തിന് പിന്നിൽ RSS ആണെന്നാണ് CPIMന്റെ ആരോപണം. വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ പിന്നിൽ RSS BJP ക്രിമിനലുകളാണ്. RSSന്റെ നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ള കൊടും ക്രൂരത എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സെറ്റാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ആൾക്കൂട്ട കൊലപാതകം ഉൾപ്പെടെയുള്ള ഒരു കാര്യവും കേരളത്തിൽ അനുവദിക്കാൻ പാടുള്ളതല്ല. ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു സമൂഹത്തിൽ സാധിക്കുന്നില്ല. വിവരങ്ങളുമായി VS അനു നമുക്കൊപ്പം ചേരുകയാണ്. അനു, ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ആ നടുക്കം നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ട്. ഇത് കേരളത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾക്ക് അടക്കം വലിയ നിരാശയും അമർഷവും തോന്നുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ മുഖ്യമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? രാഷ്ട്രീയമായി ഇതിപ്പോൾ RSS പ്രവർത്തകർ, BJP പ്രവർത്തകർ ഇതിനകത്തുണ്ട് എന്ന ആരോപണം CPIM വളരെ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായും ബില്ലിൽ അങ്ങേയറ്റം നടുക്കുന്ന ഒരു സംഭവം തന്നെയാണ്. നമുക്ക് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ വാക്കുകൾ അത് വായിച്ചു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും അങ്ങേയറ്റം വിഷമിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഏതായാലും ഇതിൽ ശക്തമായ നടപടിക്കാണ് സംസ്ഥാന സർക്കാർ നീങ്ങുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുമ്പ് നൽകിയ വാർത്താക്കുറിപ്പിൽ ഈ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉറപ്പാക്കും എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, അങ്ങേയറ്റം ഒരു കേരളം പോലെ പരിഷ്കൃത സമൂഹത്തിൻ്റെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന സംഭവമാണ് ഇത്. ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത എല്ലാവരും കാണിക്കണം. അതേസമയം ഇപ്പോൾ പാലക്കാട് SP നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട്. എല്ലാവിധ നടപടികൾക്കും എടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കുടുംബത്തിന്, അതായത് രാംനാരായൺ ബഘേലിൻ്റെ കുടുംബത്തിന് പരിശോധിച്ച് വേണ്ടപ്പെട്ട ഈ നഷ്ടപരിഹാരം നൽകും. മറ്റൊന്ന്, ഈ ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് ഈ മരണം സംഭവിച്ച അല്ലെങ്കിൽ കൊലപാതകത്തിനിരയായ രാംനാരായൺ ബഘേലിൻ്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം അദ്ദേഹത്തിൻ്റെ വാർത്താക്കുറിപ്പിൽ ഈ RSSനെയോ BJPയോ അങ്ങനെ പേരെടുത്ത് പറയുന്നില്ല എങ്കിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അതിരൂക്ഷമായ ഭാഷയിലാണ് RSSനെതിരെയും BJPക്കെതിരെയും രംഗത്ത് വന്നിരിക്കുന്നത്. RSSന്റെ ക്രിമിനൽ സംഘമാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയത് എന്ന് പറയുന്നു. അത് MV ഗോവിന്ദൻ മാത്രമല്ല, ഇന്ന് രാവിലെ സംസാരിച്ച MP രാജേഷ് ആയിക്കോട്ടെ, CPIMന്റെ നേതാക്കളെല്ലാം തന്നെ RSSനെയും BJPയെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം അവർക്കാണ് എന്ന് തന്നെ പറഞ്ഞു വെക്കുകയാണ്. ബിനിൽ, ശരി, നന്ദി. VS അനുവാണ് വിവരങ്ങൾ നൽകിയത്.